നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി ആരാണെന്നും എന്താണെന്നും അറിയാത്ത അഥവാ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്ന ചിലർ ലോക്സഭയിലുണ്ട്. അത്തരക്കാർക്ക് ഉറക്കം വിട്ടുണരാൻ വലിയ അവസരമാണ് നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകം നൽകുന്ന വിലയുടെ കൃത്യമായ പ്രതിഫലനമായിരുന്നു നമ്മൾ റഷ്യയിൽ കാണാൻ സാധിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിന് പോലും കിട്ടിയതിനേക്കാൾ വലിയ ബഹുമതിയോടെയാണ് റഷ്യ മോദിയെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകി റഷ്യൻ സർക്കാർ. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയത് റഷ്യയുടെ മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്രിയുറോവ് ആയിരുന്നു. അടുത്തിടെ റഷ്യ സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ സ്വീകരിക്കാൻ എത്തിയത് റഷ്യൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം ഇദ്ദേഹത്തെക്കാൾ ഉയർന്ന പദവിയാണ് മുഖ്യ ഉപപ്രധാനമന്ത്രിയുടേത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തൊട്ടു താഴെയുള്ള സർക്കാർ പദവിയാണിത്. പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചതിന് പുറമെ മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്രിയുറോവ് അദ്ദേഹത്തിന്റെ കാറിൽ ഹോട്ടൽ വരെ അനുഗമിക്കുകയും ചെയ്തു. ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ശക്തമായ അടയാളമായും ചൈനയ്ക്ക് പുറമെ സന്ദർശനം ഉറ്റുനോക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും നൽകുന്ന ശക്തമായ സന്ദേശമായാണ് ഈ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. റഷ്യ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച നടത്തും. പൊതുജന ശ്രദ്ധയിൽ നിന്ന് മാറി കൂടുതൽ സെൻസിറ്റീവ് വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി റഷ്യയിലെ പുടിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ വസതിയിലായിരിക്കും മോദി പുടിൻ കൂടിക്കാഴ്ച നടക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായി പ്രത്യേക അത്താഴ വിരുന്നും റഷ്യൻ പ്രസിഡന്റ് ഒരുക്കുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് എത്തുന്നത്. 2022 സെപ്റ്റംബറിൽ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ വെച്ചായിരുന്നു മോദിയും പുടിനും തമ്മിൽ അവസാനം കണ്ടിരുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി വ്യക്തിപരമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാവായാണ് മോദി അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ മോദിയുടെ സന്ദർശനത്തെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള അവസരമായി കൂടിയാണ് പുടിൻ കാണുന്നത്. ട്രൈ സർവീസസ് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.